ഹായ് ഹലോ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ജോലിയിലുള്ള ഒരാളാണ് ഞാൻ. മോട്ടിവേഷൻ ക്ലാസ്സുകൾ അത് എല്ലാ വിഭാഗക്കാർക്കും എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞൊരു 15 ഗ്രൂപ്പുകളായിട്ട് കുറച്ച് സ്ത്രീകളെ 20-നും 45-നും ഇടയിലുള്ള സ്ത്രീകളുടെ ഒരു ഗ്രൂപ്പിനാണ് അവരുടെ ഒരു മോട്ടിവേഷൻ ട്രെയിനിങ് എന്നുള്ള രീതിയിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ എല്ലാവരോടുമായിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും പൊതുവായിട്ട് ഞാൻ ചോദിച്ചു. സ്ത്രീകൾ ഉന്നമനത്തിനും അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങളിലോട്ട് വന്നിട്ടുണ്ട് അല്ലേ? ഇന്നത്തെ കാലം ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഞാൻ അവരോട് പൊതുവായിട്ടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു. നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾ, എല്ലാവരും മാരീഡ് ആണോ എന്ന് ചോദിച്ചു. അപ്പോൾ എല്ലാവരും മാരീഡ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ മാരീഡായ ആളുകളോടാണ് പ്രധാനമായിട്ടുള്ള എൻ്റെ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ ലൈംഗിക താല്പര്യങ്ങൾ നിങ്ങൾ പങ്കാളിയോട് തുറന്ന് പറയാറുണ്ടോ? ഇതായിരുന്നു എൻ്റെ ക്വസ്റ്റ്യൻ. അപ്പോൾ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഒരു കൈ പോലും ഉയർന്നു കണ്ടില്ല. ഒരു കൈ പോലും ഉയർന്നു കാണുകയും ചെയ്തില്ല. ഒരാൾ പോലും അതിന് മറുപടിയും പറഞ്ഞില്ല. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഇതൊക്കെ നമ്മൾ തുറന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളല്ലേ? അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ പങ്കാളിയോട് പറയേണ്ട കാര്യങ്ങളല്ലേ? നിങ്ങളെല്ലാം ഈ ഒരു വിഷയത്തിൽ ഹാപ്പിയാണോ എന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ മിക്കവരും ചിരിച്ചതല്ലാതെ യാതൊരു മറുപടിയും പറഞ്ഞില്ല. എല്ലാവരും ഒരു നാണം കലർന്ന ചിരിയോടുകൂടി അയ്യേ ഇവിടെ എന്തൊരു ക്വസ്റ്റ്യനാണ് ചോദിക്കണേ എന്നുള്ള രീതിയോടുകൂടിയാണ് അതിനെ സമീപിച്ചത്. പക്ഷേ വളരെ ക്ലിയറായിട്ട് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഒരു സ്ത്രീ എന്ന നിലയിൽ നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളുടെ ഉന്നമനത്തിനും നിങ്ങളുടെ മോട്ടിവേഷനും നിങ്ങൾ എത്രത്തോളം സമൂഹത്തിൽ ഉയരേണ്ടവരാണെന്നുള്ള ആ ഒരു ചിന്തയിലോട്ട് നമ്മൾ കടക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷെ അത്തരത്തിലൊരു സമീപനത്തിന് മുൻപ് സ്വയം ചിന്തിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളതാണ് ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ സ്വയം ഹാപ്പി ആവുക അല്ലെങ്കിൽ സ്വയം സന്തോഷമാണോ എന്ന് നമ്മൾ സ്വയം ചോദിക്കുന്നതിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ? നമ്മൾ കുടുംബത്തിൽ നമ്മളൊരു സ്ത്രീ എന്ന നിലയിൽ നമ്മൾ സന്തോഷവതിയായിരിക്കണം. സ്വയം സന്തോഷമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന മറ്റു പല കാര്യങ്ങളിലും നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും വീട്ടിലെല്ലാ ജോലികളും സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്, കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ ചെയ്യുന്നുണ്ട്, ജോലികൾ ചെയ്യുന്നുണ്ട്, മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ സ്വയം താല്പര്യമുള്ള ചില കാര്യങ്ങൾ മറച്ചു വെക്കുകയും സ്വന്തം ഇഷ്ടങ്ങൾ പറയാൻ മടിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ എവിടെയാണ് ആ ഒരു സന്തോഷം നമ്മൾ മറച്ചു വെക്കുകയാണ് ചെയ്യുന്നത്. പലപ്പോഴും ഇത്തരത്തിലുള്ള വിഷയങ്ങളാണ് പല അവിഹിത ബന്ധങ്ങളിലേക്കും അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക് പോലും എത്തിപ്പെടുന്നത്. കഴിഞ്ഞ ഒരു ദിവസം എനിക്കൊരു കൗൺസിലിംഗ് കേസ് വന്നു. ഒരു ഭാര്യയും ഭർത്താവുമാണ്. കഴിഞ്ഞ ദിവസമല്ല, കുറച്ച് മുൻപ് വന്നിട്ടുള്ള കേസാണ് കേട്ടോ. അപ്പോൾ ഈ കേസ് എന്ന് പറയുന്നത് ഒരു ഭാര്യയും ഭർത്താവുമായിരുന്നു. അപ്പോൾ അവരുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം അവർ സന്തുഷ്ടരല്ല എന്നുള്ളതാണ്. സന്തുഷ്ടരല്ല എന്ന് പറയുമ്പോൾ ഭർത്താവ് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇവളുടെ ഒരുമാതിരി വൃത്തികെട്ട മുഖമാണ് കാണുന്നത്. ഒന്നിലും അവൾ സാറ്റിസ്ഫൈഡ് അല്ല. എന്ത് കാര്യത്തിലും ഇപ്പം ഞങ്ങൾക്ക് മക്കളൊന്നുമില്ല, പക്ഷെ മക്കൾ ഉണ്ടാവുന്ന കാലഘട്ടത്തിലും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ ഭാര്യയോട് ചോദിക്കുമ്പോൾ ഭാര്യയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങേര് എപ്പോൾ നോക്കിയാലും രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകും, കഴിഞ്ഞിട്ട് വീട്ടിലെത്തുന്നത് 11 മണിക്കാണ്, എനിക്കൊന്ന് സംസാരിക്കാനും എനിക്കൊന്ന് ഇടപഴകാനുള്ള സമയമില്ല എന്നാണ്. അപ്പോൾ ഇവരോട് സംസാരിച്ച് അതിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ അവരോട് ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, സെക്ഷൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾ സന്തുഷ്ടരാണോ എന്ന്. അപ്പോൾ ഭർത്താവിൻ്റെ മറുപടി യെസ് എന്നാണെങ്കിൽ ഭാര്യയുടെ മറുപടി നോ എന്നാണ്. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെ വരാൻ യാതൊരു സാധ്യതയില്ലെന്ന്. അപ്പോൾ ഭാര്യ പറയാം, നിങ്ങൾക്കറിയോ എന്ന്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള വിഷയം ആരംഭിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ രണ്ടുപേരോടായിട്ട് രണ്ടുപേരോടും പേഴ്സണലായിട്ട് സംസാരിച്ചപ്പോൾ ഭർത്താവ് രാത്രി വൈകിട്ട് വരുന്നു, 10 മണിയാകുമ്പോഴത്തേനും 11 മണിയാകുമ്പോഴത്തേനും വീട്ടിൽ വരുന്നു, തൻ്റെ കാര്യങ്ങൾ കഴിയുന്നു. അവർക്ക് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സെക്സ് എന്ന് പറയുന്നതാണ് ലവ് അല്ലേ? സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. സെക്സ് കഴിഞ്ഞതിന് ശേഷമുള്ള അവരുടെ പ്രണയങ്ങൾക്കും അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കലും ആ ഉമ്മ വയ്ക്കലിനും ഒക്കെയാണ് അവരുടെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്നേഹം സ്ത്രീക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇയാൾ സെക്സിന് ശേഷം തിരിഞ്ഞു കിടക്കുന്നതാണ് വസ്തുത. അപ്പോൾ ഇവിടെ
സ്ത്രീ സന്തുഷ്ടയല്ല. അപ്പോൾ അതായിരുന്നു അവരുടെ പ്രധാനപ്പെട്ട വിഷയം. ഈ വിഷയം പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ തീരാവുന്ന വിഷയമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പോൾ അവർ പ്രഗ്നൻ്റ് ആണെന്ന് കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞു. ഒത്തിരി സന്തോഷം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കാൻ കൃത്യമായി മനസ്സിലായിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ആ ബന്ധമെന്ന് പറയുന്നത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു അഭിനയം എന്നൊക്കെ പറയില്ലേ, നമ്മളങ്ങനെ പോകുന്നു, സന്തുഷ്ടരാണോ എന്ന് പുറത്തുള്ളവർ ചോദിച്ചാൽ കുഴപ്പമില്ല, ഹാപ്പിയാണെന്ന് പറയുന്നു. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ ഹാപ്പിയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അപ്പോൾ സ്വയം ചോദിച്ചു നോക്കുക. നിങ്ങൾ ഇത്തരം കാര്യങ്ങളില്ലേ, എനിക്ക് സ്ത്രീകളോടാണ് പറയാനുള്ളത്. അപ്പം ഞാൻ 20-45 ഇടയിലുള്ള സ്ത്രീകളോട് ഇത്രയധികം ഒരു 250 മുകളിലുള്ള സ്ത്രീകളോട് ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരം പോലും എനിക്ക് ലഭിച്ചില്ല എന്ന് പറയണത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സ്ത്രീയും അല്ലെങ്കിൽ ഓരോ വ്യക്തിയും എന്ന് പറയുന്നത് അവരവരുടെ താല്പര്യങ്ങൾ അവരുടെ മാരേജ് ലൈഫിൽ പങ്കാളികളോട് തുറന്ന് പറയാൻ താല്പര്യമുണ്ടായിരിക്കണം. അത് പരസ്പരം, അത് സ്ത്രീയാണെങ്കിലും പുരുഷനുമാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്ന ഇടത്ത് മാത്രമാണ് അവയ്ക്ക് ആ ഒരു രീതിയിൽ നല്ല ബന്ധങ്ങൾ തുടർന്ന് പോകുന്നത്. അതല്ല എങ്കിൽ പലപ്പോഴും ആ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാവും. പരസ്പരം പറയാതെ തന്നെ അകലുന്ന ഒരവസ്ഥയുണ്ടാകും. അത് ഒരു ഡിവോഴ്സിലേക്ക് എത്താം, അല്ലെങ്കിൽ 2 കട്ടിലോട്ട് മാറി റൂമിലേക്ക് മാറിക്കിടക്കുന്ന ഒരു അവസ്ഥ എത്താം. കാരണം ഇത് പറയാതെ ഉള്ളിലിട്ട് സ്ട്രെസ് ചെയ്ത് ടെൻഷൻ അടിച്ച് ഇതെന്ത് ഒരു അകൽച്ചയിലോട്ട് മാറുന്ന ഒരവസ്ഥ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അവസ്ഥകളെ നമുക്ക് മാറ്റാൻ സാധിക്കണം. നമ്മൾ വലിയ എഡ്യൂക്കേറ്റഡ് ആണ്, സമ്പന്നരാണ്, വിദ്യാസമ്പന്നരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു സ്ത്രീ പിന്നോട്ട് തന്നെയാണെന്നുള്ളതാണ്. അതിൽ മാറ്റം വരിക എന്നുള്ളതാണ്. അതെന്തിനാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നോട്ട് തലവലിക്കുന്നത് അല്ലെങ്കിൽ പിന്നോട്ട് ചിന്തിക്കുന്നത്? നമ്മൾ പലപ്പോഴും ഒരു സ്ത്രീ എന്ന നിലയിൽ ചില കാര്യങ്ങൾ തുറന്നു പറയാനും ചില നമ്മുടെ ഇഷ്ടങ്ങളെങ്കിലും നമുക്ക് നമ്മുടെ പങ്കാളികളോടെങ്കിലും നമുക്ക് തുറന്നു പറയാൻ സാധിക്കണം. അതെങ്കിലും അവിടെയാണ് നമുക്ക് യഥാർത്ഥത്തിലുള്ള ബന്ധം തുടങ്ങുന്നത് എന്നെനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ ഈ ഒരു കണ്ടെത്തൽ എന്നെ വല്ലാതെ നിരാശയാക്കിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയോ നമ്മൾ സ്ത്രീ എത്രയോ അത്യുന്നതങ്ങളിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഈ ഒരു വിഷയത്തിൽ പിന്നോട്ട് തന്നെ എന്ന് പറയുന്നത് വളരെയധികം നിരാശയാണ്. കാരണം അതാണ് ഫാമിലിയിൽ ബന്ധങ്ങളിൽ ഉണ്ടാവുന്ന വിള്ളലുകൾക്ക് ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് മനസ്സിലായത്. കാരണം കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് കൗൺസിലിംഗ് രംഗത്തുള്ളൊരു വ്യക്തിയാണ് ഞാൻ. അപ്പം എത്രയോ ഫാമിലി നമുക്ക് കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. പക്ഷെ ഇത്രയേറെ ഫാമിലിയൊക്കെ വരുമ്പോഴും ആ ഫാമിലിയിൽ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം നമ്മൾ ഒന്ന് ചികഞ്ഞു നോക്കുമ്പോൾ അവസാനം എത്തുന്നത് ഈ ഒരു വിഷയത്തിലാണ്. അതാണ് പ്രധാന പ്രശ്നമെന്ന് മനസ്സിലാവുന്നത്. പക്ഷേ ചില സമയത്ത് എന്താ പറയുക, സങ്കടകരമെന്ന് പറയട്ടെ, ഒരിക്കലും നമുക്ക് എന്താ പറയുക ആ ഒരു ബന്ധത്തെ യോജിപ്പിക്കാൻ സാധിക്കാത്ത ചില പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഇതൊക്കെ ഒരു വിഷയമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ വളരെ സ്നേഹത്തിലൂടെയാണ് ഒരു ജീവിതം, ഒരു കുടുംബം വന്ന് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിൽ ഈ വിഷയവും പ്രധാനം തന്നെയാണ്, സെക്സും പ്രധാനം തന്നെയാണ്. ആ വിഷയത്തിൽ വളരെ ഓപ്പണായിട്ട് നമ്മൾ സംസാരിക്കുക, ഓപ്പണപ്പ് ആവുക, നമുക്ക് പറയാനുള്ളതെല്ലാം നമ്മുടെ പങ്കാളികളോട് തുറന്നു പറയുക, പരസ്പരം സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുക, മുന്നോട്ട് പോവുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.